ഹായ്, ഇന്നത്തെ സ്റ്റോറിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതിന്റെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സഡൻ ആയിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എന്തിലായിക്കോട്ടെ, നമ്മുടെ റീഡിങ് ഹാബിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഹാബിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഡയറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു സഡൻ ആയിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച കഴിയുന്നത് നമ്മുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യും. മൈൻഡ് അതിനെ ഭയങ്കരമായിട്ട് അതങ്ങ് സപ്രസ് ചെയ്ത് അത് ചെയ്യണ്ട എന്ന രീതിയിലേക്ക് മൈൻഡ് അങ്ങോട്ട് മാറും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കണ്ടീഷൻ വരുവാണ്, നമ്മുടെ ഒരു ഡയറ്റ് തുടങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു എക്സസൈസ് ഹാബിറ്റ് തുടങ്ങണം എന്നുള്ളവർ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇന്നത്തെ സ്റ്റോറിയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മെത്തേഡ് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വളരെ ടൈനി ആയിട്ട് തന്നെ കാണുക. ടൈനി ഹാബിറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഒറ്റയടിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് 50 പുഷപ്പും 20 പുഷപ്പൊക്കെ അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തെന്ന് വരും. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആയിട്ട് തന്നെ അതങ്ങ് നിർത്തിക്കളയും. പക്ഷേ അതേസമയം 1-2 പുഷപ്പ് ആദ്യ ദിവസം അടിക്കുക, അത്ര മാത്രം അടിച്ചാൽ മതി, അത്ര മാത്രം ചെയ്താൽ മതി എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ 1-2 ദിവസമൊക്കെ 2 പുഷപ്പ് അടിക്കും. മൂന്നാമത്തെ ദിവസമൊക്കെ നമ്മുടെ മൈൻഡ് പറയും എന്നാൽ ഏതായാലും അടിക്കാൻ തുടങ്ങി, എന്നാൽ പിന്നെ 2 റൗണ്ട് കൂടുതൽ അടിക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി കൂടുതൽ അടിക്കാൻ തുടങ്ങും. പിന്നെ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം മതിയും നമ്മുടെ മൈൻഡിൽ 2 പുഷപ്പ് അടിച്ചാൽ മതി എന്നാണ് ചിന്തിക്കുന്നുള്ളെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഒരു ബുക്ക് വായിക്കണമെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ബുക്കിനെ സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഒരു പേജ് മാത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി എന്ന് ചിന്തിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു പാരഗ്രാഫ് വായിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അടുത്ത പാരഗ്രാഫ് വായിക്കും, പിന്നെ വായിച്ച് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്, കൂടുതൽ വായിച്ച് പോകും, നമ്മൾ അങ്ങനെ കൂടുതൽ വായിക്കും. അതുപോലെ തന്നെ ഫുഡ് ഡയറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ ഫുഡ് ഡയറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്തു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തു, അങ്ങനെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-ാം ദിവസമായത് നമുക്ക് തന്നെ അങ്ങ് ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. കാരണം ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമ്മളിത് ചെയ്യുന്ന അർത്ഥമില്ലാതെ തോന്നി നമ്മൾ പയ്യെ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അതേസമയം നമ്മൾ ആദ്യ ദിവസം ചായയിൽ ഇച്ചിരി മധുരം കുറച്ചു, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മീറ്റൊക്കെ കഴിക്കാൻ കുറച്ചു, അങ്ങനെയൊക്കെ കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ പൈ കുറച്ച് കൊണ്ടുവരും. പിന്നെ കുറയ്ക്കുന്നതിൻ്റെ അളവ് അങ്ങ് കൂട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരു കുറച്ച് കളയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതൊരു ഡയറ്റ് ഫുഡിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അയാൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അന്നേരമാണ് അയാൾക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നി. പക്ഷേ അയാൾ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഫെയിലായി. പിന്നെയും അയാൾ ഹോസ്പിറ്റലൈസേഷൻ ആവുന്നുള്ള അവസ്ഥയിലേക്കായി. പിന്നെ അയാൾ സ്ലോലി ടൈനി ഹാബിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അയാൾ റിക്കവർ ചെയ്തു. ഇതാണ് ഇന്നത്തെ സ്റ്റോറി. ഈ സ്റ്റോറി ഞാൻ പറയാൻ പോണ സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യനല്ല, ഒരു 35 വയസ്സായ ഒരു IT കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ആള്. പക്ഷേ